ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ വലിയൊരു ഡ്രീമാണ് സാധിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഡെസ്ക് മേക്ക് ഓവർ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സർപ്രൈസ് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതാ ഗൾഫിലേക്ക് പോകാൻ പോവുകയാണ്. എൻ്റെ ഉപ്പാൻ്റെ അവിടേക്ക് പോകാൻ പോവുകയാണ് ഗായ്സ്. സോ ഐ എം സോ ഹാപ്പി. ഞാൻ സൗദി അറേബ്യയ്ക്കാണ് പോണത്, റിയാദ് ആ ഒരു സ്ഥലത്തേക്കൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഡ്രീംസൊക്കെ സാധിക്കാൻ പോവാണ്. ഫ്ലൈറ്റിൽ കയറണം, പിന്നെ മക്കയും മദീനയൊക്കെ കാണണം എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമാണ്. സത്യം പറഞ്ഞാൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇതുവരെയായിട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ആഗ്രഹം കൂടി നിങ്ങൾ സാധിച്ചു തരണം. എൻ്റെ പ്ലേ ബട്ടൺ ഞാൻ മാത്രം ചെയ്താൽ നടക്കില്ല, നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താലാണ് നടക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ട്രോളിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 2900 റുപ്പീസൊക്കെയാണ് കേട്ടോ ഇതിന് റേറ്റ്. ഞങ്ങളൊരു പിങ്ക് കളർ ട്രോളിയാണ് ഉദ്ദേശിച്ചത്, ബട്ട് അത് സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഇതും ഈ ഒരു ബാഗും കൂടിയിട്ടുണ്ട്. സോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഗായ്സ്, ഇപ്പോഴും ഞാൻ സൗദി അറേബ്യയിലെത്തി അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ്. ഞാനിപ്പോൾ അതുതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീൻ്റെ അടുത്തും എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടിട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു, കാരണം എനിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇവരിനൊക്കെ വിട്ട് മീൻസ് 3 മാസം കഴിഞ്ഞ് ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരും, എന്നാലും 3 മാസം പിരിഞ്ഞിരിക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് എൻ്റെ അസൈൻമെൻറ്റാണ് കേട്ടോ, ഞാൻ ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. അപ്പം ഇന്നാണ് സൗദി അറേബ്യയിലോട്ട് പോകുന്നത്. സോ ഫ്ലൈറ്റ് 3 മണിക്കൊക്കെയാണ്. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടുള്ള വ്ളോഗും അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ എന്തൊക്കെ എന്തൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓപ്പൺ ആക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഉമ്മമ്മാൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ജസ്റ്റ് ലേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട ഉണ്ട് അവിടെ, ചേലക്കര. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓലയിൻ്റെ ക്രീമാണ്, ഇത് എൻ്റെ ഉമ്മാൻ്റെയാണ്, ഇത് എനിക്കും ഞാൻ യൂസ് ചെയ്യില്ല. പിന്നെ അതൊരു ഫേസ് വാഷാണ്, ഹിമാലയൻ്റെ ഒരു ക്ലിയർ ഫേസ് വാഷ്, ലെമണിൻ്റെ ആണ്. പിന്നെ ഇതാ 2 ഓർഗാനിക് നെയിൽ കോൺ, പിന്നെ ഇതാ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ഇതാ ലാക്മിയുടെ സൺസ്ക്രീനും വാങ്ങി, കാരണം അവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊന്നും എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല, രാത്രിയൊക്കെയാണ് പുറത്തിറങ്ങാൻ പറ്റും. പിന്നെ ഞാൻ 2 മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫസ്റ്റ് മോതിരം. പിന്നെ സെക്കൻഡ് മോതിരം ഒരു സ്റ്റാർ ഷേപ്പിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്, അത്ര വലിയ റേറ്റൊന്നുമില്ല, 100 റുപ്പീസിൻ്റെ താഴെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ് ഞാൻ ലേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ കിക്കറ്റും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ കയ്യിലിട്ടു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബാഗിൻ്റെ ഉള്ളിലും അത്യാവശ്യം ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്, കുറച്ച് ആക്രി ഐറ്റംസൊക്കെ. സോ ഇത് കാണുന്നവർക്ക് ആക്രി ആയിരിക്കും, പക്ഷേ ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ. കാരണം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ കൊണ്ടുപോയാലല്ലേ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റൂ. പിന്നെ അവിടുന്ന് ജേർണൽ ചെയ്യുന്ന വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരും വരെ വെയിറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്കറും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിയൊക്കെ പറയുന്നത് ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങോട്ടും കൊണ്ടുവരണ്ടേ. ഞാനത് അവിടെ എത്തിയിട്ടാണ് ഗായ്സ് ആലോചിച്ചത്, കാരണം ഇത്രയും ആക്രി സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടുന്ന് നല്ല സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സ്ഥലം വേണ്ടേ. ഓക്കെ, പിന്നെ ഈ ഒരു സ്കെച്ച് ബുക്കൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ അവിടെ എത്തിയിട്ട് ഇതൊക്കെ ഡ്രോയിങ് ചെയ്യുമോ തിരിഞ്ഞു നോക്കുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ കുറച്ച് ഡ്രോയിങ്സൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത്ര ഡ്രോയിങ്സൊക്കെ ഞാൻ വരച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സ്ക്വിഷീസ് കൊണ്ടുപോകുന്നുണ്ട്. സത്യം പറഞ്ഞതൊക്കെ അവിടെ നിന്ന് ഞാൻ കളിക്കുമോ അതോ ഫോൺ നോക്കിയിരിക്കുമോ, എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അറിയാം. അടുത്ത വീഡിയോയിൽ എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അവിടേക്ക് വെറുതെ ഇങ്ങനെ കറങ്ങാൻ മാത്രമല്ല പോണത്, ഉംറയ്ക്കും കൂടിയിട്ടാണ് പോണത്. പിന്നെ ടേബിളിൻ്റെ മുകളിലത്തെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചു. പിന്നെ ഇതെൻ്റെ ഒരു കസിൻ തന്നതാണ് കേട്ടോ, ഞാൻ ഗൾഫിലേക്ക് പോയല്ലേ, പിന്നെ നമുക്ക് 3 മാസം കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം തന്നു. പിന്നെ പേരെഴുതുക, പെട്ടിയൊക്കെ പാക്ക് ചെയ്തു.
പിന്നെ ഇതന്നെ ന്യൂ ഔട്ട്ഫിറ്റാണ്, ന്യൂ ജീൻസ്, ന്യൂ കഫ്താനി ഡ്രസ്, ന്യൂ ഷാൾ, എല്ലാം ന്യൂ ആണ്. പിന്നെ ന്യൂ ഷൂ, എല്ലാം ന്യൂ ആണ് കേട്ടോ. പിന്നെ ഗായ്സ് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.